ഇന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും 2 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നല്ല സ്വീറ്റ്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആണ്, നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. ഗോതമ്പ് പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്കും നല്ലതാണ്, ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് കോരി മാറ്റാം. സെയിം പാനിൽ തന്നെ ഞാൻ 2 നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്, അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. ഈ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് മുന്നേ നമുക്ക് ആവശ്യത്തിന് മധുരം കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് എന്നിട്ട് തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈ എടുക്കുകയാണ് നമ്മളിതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് കട്ട കെട്ടും. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മൊത്തത്തിൽ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി. നമ്മുടെ അടിപൊളി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേന്ത്രപ്പഴം ഗോതമ്പ് പൊടിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനസ് കിച്ചൻ ആൻഡ് വ്ലോഗ്.